بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള മോമിനീങ്ങളെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത്. നമ്മിലേക്ക് വരുന്നത് പരിശുദ്ധമായ പവിത്രമായ ദുൽഹിജ്ജ മാസമാണ്. ഈ ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജ് നിർബന്ധമായവർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും യാത്ര തിരിക്കുന്ന സന്ദർഭമാണ്. ഈ അവസരത്തിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകാൻ കഴിയാത്തവർ ദുൽഹിജ്ജ മാസത്തിൽ അനുഷ്ഠിക്കേണ്ട മർമ്മപ്രധാനമായ ഒരു അമലാണല്ലോ ഉളഹിയ്യത്ത് നൽകൽ. ഈ ഉളഹിയ്യത്ത് നൽകൽ അത് ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഉത്കൃഷ്ടമായ കർമ്മമാണെന്ന് നമുക്കറിയാം. ആ ഉളഹിയ്യത്ത് നൽകുന്നതിൽ നമ്മിൽ പലരും ഉദാസീനത കാണിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സാമ്പത്തികമായി നല്ല നിലയിൽ കഴിയുന്നവർക്ക് മാത്രമേ അത് സുന്നത്തുള്ളൂ അല്ലെങ്കിൽ നിർബന്ധമുള്ളൂ എന്ന ഒരു ചിന്താഗതിയാണ്. ഇത്യാദി കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുമ്പോൾ, അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിരത്തിവെക്കാറാണ് പതിവ്. അല്ലാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാരിദ്ര്യത്തിൽ മുഴുകിക്കഴിഞ്ഞ സംഭവങ്ങൾ ഹദീസിൻ്റെ താളുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം. എത്രയോ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ അനുഭവിച്ച പ്രവാചകനും കുടുംബാദികളും. ആയിഷ ബി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹദി പറയുന്നു, മാ ശബിഅ ആലു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖുബ്സി ശഈരിൻ യൗമൈൻ മുതതാബിഈൻ ഹത്താ ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബാദികൾ 2 ദിവസം തുടർച്ചയായി തൊലിക്കോതമ്പിൻ്റെ പത്തിരി കഴിച്ച് വയറ് നിറച്ചിട്ടില്ല എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരവസരത്തിൽ ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു തൊലിക്കോതമ്പിനാലുള്ള പത്തിരിയുടെ കഷ്ണം പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുത്തു. ഈ അവസരത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, ഹാദാ അവ്വലു തആമിൻ അകലഹു അബൂക്കി മുൻദു സലാസി അയ്യാം. മോളെ, 3 ദിവസമായിട്ട് നിന്റെ വാപ്പ കഴിച്ച ആദ്യത്തെ ഭക്ഷണമാണ് ഈ തൊലിക്കോതമ്പിനാലുള്ള പത്തിരിയുടെ ഒരു കഷ്ണം എന്ന് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയോട് നബി തങ്ങൾ പറഞ്ഞു. 3 ദിവസമായിട്ട് നിന്റെ പിതാവ്, നിന്റെ വാപ്പ കഴിച്ച ആദ്യത്തെ ഭക്ഷണം ഇതാണ് എന്ന് ഇമാം അഹ്മദും തബറാനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇമാം തബറാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇപ്രകാരം കൂടിയുണ്ട്, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ ഈ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ ഹാദിഹി, എന്താണ് മോളെ ഇത്? അപ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല പറഞ്ഞു, ഒരൽപ്പം പത്തിരി ഉണ്ടാക്കിയതിൻ്റെ ഒരൽപ്പം കഷ്ണമാണ്. ഫലം തത്തിബു നഫ്സി ഹത്താ അതൈതുക ബിഹാദിഹിൽ കിസ്റ. ഈ ഒരു കഷ്ണം, പത്തിരി കഷ്ണം വാപ്പാക്ക് ഞാൻ കൊണ്ടുവന്ന് തരാതെ എൻ്റെ മനസ്സിന് തൃപ്തി അടയുന്നില്ല. അതുകൊണ്ടാണ് ഈ പത്തിരി കഷ്ണവുമായിട്ട് ഞാൻ വന്നത് എന്ന് മഹദി ഫാത്തിമ ബിബി റളിയല്ലാഹു തആല പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, നിന്റെ വാപ്പ 3 ദിവസമായി കഴിച്ച ആദ്യത്തെ ഭക്ഷണമാണ് ഈ പൊട്ടിക്കഷ്ണം, ഈ ഗോതമ്പിനാലുള്ള ഈ പത്തിരി കഷ്ണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിബി. ഇങ്ങനെ കഷ്ടപ്പാടുകൾ ധാരാളം അനുഭവിച്ചു പ്രവാചകനും പ്രവാചകന്റെ കുടുംബാദികളും.
അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദഹയ്യത്ത് നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മനസ്സിലുള്ള റിപ്പോർട്ട് ചെയ്യുകയാണ്. നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖ്റനൈനി റബഹുമാ ബിയദിഹി വസമ്മാ വകബ്ബറ വവളഅ രിജ്ലഹു അലാ സഫാഇഹിമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് മുട്ടനാടിനെ, ചാരക്കളറുള്ള രണ്ട് മുട്ടനാടിനെ ഉദഹയ്യത്ത് നൽകി. രണ്ട് കൊമ്പുള്ള ആടുകളാണ്. അതിന് നബി തങ്ങൾ പരിശുദ്ധമായ കൈകൊണ്ടാണ് അറുത്തത്. ബിസ്മി ചൊല്ലി തക്ബീർ ചൊല്ലി അറുത്തു. അതിൻ്റെ തങ്ങളുടെ കാലിനെ അതിൻ്റെ ആ ചെകിടത്ത് നിബിതങ്ങൾ ചവിട്ടി പിടിച്ചുകൊണ്ട് ആടിനെ നിബിതങ്ങൾ രണ്ടാടിനെയും ഉദഹയ്യത്ത് അറുത്തു എന്ന്. ഇങ്ങനെ വേറെയും കാണാം. 100 മൃഗങ്ങളെ നബിസങ്ങൾ ഒട്ടകം ഉദഹയ്യത്ത് നൽകാൻ വേണ്ടി, മൃഗങ്ങൾ ഉദഹയ്യത്ത് നൽകാൻ വേണ്ടി പ്രവാചകൻ തയ്യാറായി. 63 മൃഗത്തെയും നബിതങ്ങളാണ് പരിശുദ്ധമായി കൈകൊണ്ട് അറുത്തത്. ബാക്കി അല്ലാഹുവിൽ. ഇങ്ങനെ ഉദഹയ്യത്തിന് ശേഷി ഉണ്ടായിട്ടും ഉപേക്ഷിച്ചവൻ നിസ്കാരത്തിന് വരണ്ട എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിസ്കരിക്കാൻ വരണ്ട. ഷാഫി മദ്ഹബിൽ സുന്നത്താണ്. ഷാഫി മദ്ഹബിൽ സുന്നത്താണ്. എന്താണ് അതിന് തെളിവ്? സുന്നത്തും മുഅക്കദ, പ്രബലമായ സുന്നത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൻ വജദ സഅതൻ, ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ, സാമ്പത്തികമായി വലിയ കഴിവുണ്ടാകണമെന്നില്ല, ആർക്കെങ്കിലും കഴിവുണ്ടില്ല, ഐ യുദഹിയ, ഉദഹിയത്ത് നൽകാൻ കഴിവുണ്ടെങ്കിൽ, കഴിവുണ്ടായി ഫലം യുദഹി, എന്നിട്ട് അവൻ ഉദഹിയത്ത് നൽകിയില്ല, ഫലാ യഹ്ദുർ മുസല്ലാന, അവൻ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് വരണ്ട. ഉദഹിയത്ത് നൽകാതെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി വരണ്ട. നമ്മുടെ മുസല്ലയിലേക്ക് നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ ഹാജരാകണ്ട എന്ന് നബി തങ്ങൾ പറഞ്ഞതായി ബൈഹഖി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബിൽ സുന്നത്തും മുഅക്കദ പ്രബലമായ സുന്നത്താണ്. ഹനഫി മദ്ഹബിൽ അൽ ഉദഹിയത്തു വാജിബത്തുൻ ഇൻദ അബി ഹനീഫ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അടുക്കൽ ഹനഫി മദ്ഹബിൽ ഉദഹിയത്ത് വാജിബാണ്, നിർബന്ധമാണ്. രണ്ടുപേർക്കും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഹനഫി മദ്ഹബിൽ ഹിദായൊക്കെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ഷാഫി മദ്ഹബിലെ സുന്നത്തും മുഅക്കദ, ഹനഫി മദ്ഹബിലെ വാജിബും ഒരേ ഗ്രേഡാണ് എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഒരേ പദവിയാണ്. സുന്നത്തല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഷാഫി മദ്ഹബുകാർ ആ സുന്നത്തിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും വേണ്ട. അത് പ്രബലമായ സുന്നത്താണ്. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദഹയ്യത്ത് നൽകുന്നതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെവർക്കും ഈ ഉത്കൃഷ്ടമായ ദിനത്തിൽ ബലിപെരുന്നാൾ സുദിനത്തിൽ ഉദഹിയത്ത് നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ തമ്പുരാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരുമാറാകട്ടെ. അർഹമുർ റഹീമായ തമ്പുരാൻ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്ദിരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിലും ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, പല പല പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവർ, മാരകമായ രോഗത്തിന് അഡിക്റ്റായവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുത്തും മനസ്സിനും ശരീരത്തിനും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചെറുതും വലുതുമായ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നാം എവർക്കും അനുഗ്രഹം ചൊരിഞ്ഞു തരുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.